ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാനയോഗം. ശ്ലോകം 8. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യോ പ്രണവഃ സർവവേദേഷു ശബ്ദഃ കേ പൗരുഷം ദശോ. വിവർത്തനം. ഹേ കുന്തിപുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകുന്നു. ഭാവാർത്ഥം. ഭഗവാൻ ആധ്യാത്മികങ്ങളും ഭൗതികങ്ങളുമായ തൻ്റെ വിവിധ ശക്തികളാൽ ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നതെങ്ങനെയെന്ന് വിവരിക്കുന്നു ഈ ശ്ലോകം. പ്രാരംഭത്തിൽ തൻ്റെ വ്യത്യസ്ത ശക്തികളിലൂടെയാണ് പരമപുരുഷൻ പ്രത്യക്ഷമാകുന്നത്. ഇപ്രകാരം ഭഗവാനെ അവ്യക്തഗതമായി അറിയുന്നു. ഒരു വ്യക്തിയായ സൂര്യദേവൻ തൻ്റെ സർവവ്യാപക ശക്തിയായ പ്രകാശത്തിലൂടെ പ്രത്യക്ഷനാകുന്നത് പോലെ ഭഗവാനും ശാശ്വതമായ തൻ്റെ ധാമത്തിലിരുന്നു കൊണ്ട് വിശ്വവ്യാപ്തങ്ങളായ വ്യത്യസ്ത ശക്തികളിലൂടെ നമുക്ക് ദൃശ്യനാകുന്നു. വെള്ളത്തിൻ്റെ ക്രിയാത്മക തത്വം രസമാണ്. കടൽ വെള്ളം കുടിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഉപ്പ് ചേരുന്നതിനാൽ അതിൻ്റെ ശുദ്ധമായ രസം നഷ്ടപ്പെടുന്നത് കൊണ്ടാണത്. വെള്ളത്തോടുള്ള പ്രിയം, അതിൻ്റെ രസം, സ്വാദ് വിശുദ്ധമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഭഗവാന്റെ ശക്തികളിൽ ഒന്നത്രേ ഈ ശുദ്ധരസം. വെള്ളത്തിൽ ഈശ്വര സാന്നിധ്യമുണ്ടെന്ന് അതിൻ്റെ രസത്തിലൂടെ അവ്യക്തഗതവാദികൾ മനസ്സിലാക്കുന്നു. വ്യക്തിഗതവാദിയും മനുഷ്യന് ദാഹം തീർക്കാൻ സ്വാദിഷ്ടമായ ശുദ്ധജലം കനിഞ്ഞു തരുന്ന ഈശ്വരനെ വാഴ്ത്തുന്നു. പരമസത്യം കണ്ടെത്താനുള്ള വഴി അതാണ്. പ്രായോഗികമായി അവ്യക്തഗതവാദവും വ്യക്തിഗതവാദവും പരസ്പര വിരുദ്ധങ്ങളല്ല. ഏതു വിഷയത്തിലും വ്യക്തിഗതവും അവ്യക്തഗതവുമായ സങ്കല്പങ്ങൾക്ക് ഒരേ സമയം സാധ്യതയുണ്ടെന്നും വൈരുദ്ധ്യമില്ലെന്നും ഈശ്വരജ്ഞാനം നേടിയവർക്കറിയാം. അതിനാലാണ് ചൈതന്യ മഹാപ്രഭു ദിവ്യമായ അചിന്ത്യ ഭേദാഭേദ തത്വം, ഏകകാലീനമായ ഭേദാഭേദ സിദ്ധാന്തം സ്ഥാപിച്ചത്. ഭഗവാന്റെ അവ്യക്തഗത തേജസ്സായ ബ്രഹ്മജ്യോതിസിൽ നിന്നാണ് സൂര്യചന്ദ്രന്മാരുടെ പ്രകാശപൂരകങ്ങളും ഉദ്ഭവിക്കുന്നത്. വൈദിക സൂക്തങ്ങളുടെ ആരംഭത്തിൽ ചേർക്കാറുള്ള പ്രണവം, അതീന്ദ്രിയ നാദമാകുന്ന ഓംകാരം ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നതിനുള്ളതാണ്. ഭഗവാനെ തൻ്റെ അസംഖ്യം നാമങ്ങളിലൂടെ പുകഴ്ത്താൻ അവ്യക്തഗതവാദികൾക്ക് ഭയമാണ്. അതീന്ദ്രിയ നാദമായ ഓംകാരം ഉച്ചരിക്കുവാനാണ് അവർക്കിഷ്ടം. എന്നാൽ ഓംകാരനാദം കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് അവർക്കറിഞ്ഞുകൂടാ. വിശ്വവ്യാപ്തമാണ് കൃഷ്ണാവബോധത്തിൻ്റെ മണ്ഡലം. ഈ അവബോധം ഉദിച്ചവൻ അനുഗ്രഹീതനുമാകുന്നു. കൃഷ്ണനെ അറിയാത്തവർ മായാമോഹിതരാണ്. അദ്ദേഹത്തെ അറിയുന്നവർ മുക്തരും. കൃഷ്ണനെ അറിയാതിരിക്കലത്രേ ബന്ധനം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.